ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ജുമുഅയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ അവസാനത്തെ ഒരു ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അതായത് 11-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ ഒരു ആയത്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِّنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സത്യവിശ്വാസികളോട് പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞാൽ, അതായത് വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിങ്ങളുടേതായ പ്രവർത്തന മേഖലയിലേക്ക് വ്യാപിച്ചു കൊള്ളുവീൻ. ഭൂമിയിൽ എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവീൻ. പക്ഷെ അവിടെയെല്ലാം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ശേഷം അള്ളാഹു പറയുന്നത്, വഇദാ റഅൗ തിജാറത്തൻ ഔ ലഹ്വൻ ഫദ്ദു ഇലൈഹ വതറകൂക ഖായിമ. വഇദാ റഅൗ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം. അത് മാളിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. ഒരാൾ കണ്ടു എന്നുള്ളതിനാണ് അങ്ങനെ പറയാം. രണ്ടാൾ കണ്ടു എന്നുള്ളതിന് റഅയാ എന്നാ പറയാം. റഅ കണ്ടു, റഅയാ രണ്ട് ആളുകൾ, രണ്ട് പേർ കണ്ടു. കുറേ ആളുകൾ കണ്ടു എന്നുള്ളതിന് റഅൗ. ഇവിടെ അതാണ് വന്നത്, റഅൗ കണ്ടു, അവർ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ മുമ്പിൽ ഇദാ എന്ന് വരുമ്പോൾ അങ്ങനെ ആയാൽ, അല്ലെങ്കിൽ അങ്ങനെ ആയപ്പോൾ, ഇദാ റഅൗ അവർ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവർ കണ്ടാൽ. അതിൻ്റെയും തുടക്കത്തിലൊരു വാവുണ്ട്, ആത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടി. അതിൽ പറഞ്ഞ കാര്യം മാത്രമല്ല, ഇനി പറയുന്ന കാര്യം കൂടെ. വഇദാ റഅൗ അവർ കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ അവർ കണ്ടാൽ, അല്ലെങ്കിൽ അവർ കണ്ടപ്പോൾ. എന്ത്? തിജാറത്തൻ. തിജാറത്തൻ എന്ന് പറഞ്ഞാൽ കച്ചവടം. ഔ അല്ലെങ്കിൽ ലഹ്വൻ. ലഹ്വൻ എന്നുള്ളത് വിനോദം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം, വിനോദം. ഔ ലഹ്വൻ അല്ലെങ്കിൽ ഒരു വിനോദം. ഇൻഫദ്ദു. ഇൻഫദ്ദ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയി അല്ലെങ്കിൽ ചിതറിപ്പോയി എന്നൊക്കെയാണ്. കുറേ ആളുകൾ ചിതറിപ്പോയി, പിരിഞ്ഞു പോയി എന്നുള്ളതിന് ഇൻഫദ്ദു, അവർ പിരിഞ്ഞു പോയി, അവർ ചിതറിപ്പോയി. ഇലൈഹ, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ഹ എന്ന് പറഞ്ഞാൽ അത്, ഇലൈഹ അതിലേക്ക്. ഇൻഫദ്ദു ഇലൈഹ അതിലേക്ക് അവർ ചിതറിപ്പോയി, അതിലേക്ക് അവർ പിരിഞ്ഞുപോയി. വ തറക്കൂക്ക, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. തറക്ക ഉപേക്ഷിച്ചു, ഒഴിവാക്കി. തറക്കൂ അവർ ഉപേക്ഷിച്ചു, അവർ ഒഴിവാക്കി. ക നിന്നെ. തറക്കൂക്ക അവർ നിന്നെ ഒഴിവാക്കി. വ തറക്കൂക്ക അവർ നിന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഖായിമൻ, ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നർത്ഥം. ഖായിം നിൽക്കുന്നവൻ. അപ്പോൾ ഇവിടെ ഖായിമൻ എന്ന് നസ്ബിൻ്റെ രൂപത്തിൽ ഹാലായിട്ട് പറഞ്ഞതാണ്, അവസ്ഥയെ സൂചിപ്പിക്കാനാണ്. നിൽക്കുന്നവനായിക്കൊണ്ട്, അല്ലെങ്കിൽ നിൽക്കുന്ന അവസ്ഥയിൽ. വ തറക്കൂക്ക ഖായിമൻ, നീ നിൽക്കുന്ന അവസ്ഥയിൽ അവർ നിന്നെ ഒഴിവാക്കുകയും ചെയ്തു, ഉപേക്ഷിക്കുകയും ചെയ്തു. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, നബിയെ താങ്കൾ പറയണം. ഖാല പറഞ്ഞു, ഖുൽ നീ പറയ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയതുകൊണ്ട് നബിയെ താങ്കൾ പറയൂ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ. മാ ഇൻദല്ലാഹി, മാ എന്ന് പറഞ്ഞാൽ അത്, യാതൊന്ന്, മൗസൂലയ്ക്ക് വേണ്ടിയുള്ള മാ എന്നാണ് പറയാം. ഇൻദ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഈ ഇൻദ എന്നുള്ളതിനെ ലർഫ് മെക്കാൻ എന്നുള്ള രൂപത്തിലാണ് പറയുക. ഒരു സ്ഥാനത്തെ, ഒരു സ്ഥലത്തെ കുറിക്കുന്ന പദം, അതാണ് ലർഫ് മെക്കാൻ. ഇൻദ, തഹ്ത, ഫൗഖ, അതൊക്കെ അങ്ങനെയുള്ള പദങ്ങളാണ്. തുടക്കത്തിൽ നമ്മൾ ഇദാ എന്ന് പറഞ്ഞില്ലേ, അത് ലർഫ് സമാനാണ്, ഒരു കാലത്തെ, ഒരു സമയത്തെ കുറിക്കുന്ന പദമാണ്. അങ്ങനെ ആയപ്പോൾ, അങ്ങനെ ആയാൽ എന്നൊക്കെ പറയുന്നത് ഒരു സമയത്തെ കുറിക്കാനാണ്. ഇത് ഒരു സ്ഥാനത്തെ, ഒരു സ്ഥലത്തെ കുറിക്കാനാണ്. ഇൻദ അടുത്ത്. അപ്പോൾ മാ ഇൻദ അടുത്തുള്ളത്, അല്ലാഹി അള്ളാഹുവിൻ്റെ, മാ ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്, ഖൈറുൻ
അത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്. മിനൽ ലഹ്വി, മിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇൽ നിന്ന്, അതിനേക്കാൾ എന്നൊക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. ലഹ്വ് വിനോദം, മിനൽ ലഹ്വി വിനോദത്തേക്കാൾ അല്ലെങ്കിൽ വിനോദത്തിൽ നിന്ന്. വമിന തിജാറ, വാവ് അത്തിഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും മിനത്തിജാറ, തിജാറ കച്ചവടം, മിനത്തിജാറ കച്ചവടത്തേക്കാൾ, വമിനത്തിജാറ കച്ചവടത്തേക്കാളും, മിനൽ ലഹ്വി വമിനത്തിജാറ കച്ചവടത്തേക്കാളും വിനോദത്തേക്കാളും. വല്ലാഹു ഖൈറുർ റാസിഖീൻ, വല്ലാഹു എന്നാൽ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ ഖൈറുർ റാസിഖീൻ, ഖൈർ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ ഉത്തമമായത്, ഉത്തമൻ എന്നുള്ള അർത്ഥം. അർ റാസിഖീൻ, റസഖ എന്ന് പറഞ്ഞാൽ ആഹാരം നൽകി, അന്നം നൽകി. റാസിഖ് അന്നം നൽകുന്നവൻ, ആഹാരം നൽകുന്നവൻ, വിഭവങ്ങൾ നൽകുന്നവൻ. റാസിഖൂൻ ആഹാരം നൽകുന്നവർ കുറേ പേരുണ്ടാവുമ്പോൾ അത് ഇവിടെ ഗ്രാമർ അനുസരിച്ച് റാസിഖീൻ എന്ന് വന്നു. അപ്പോൾ ഖൈറുർ റാസിഖീൻ ഉപജീവനം അല്ലെങ്കിൽ അന്നം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ, ഉപജീവനം നൽകുന്നവരിൽ വെച്ച്, ആഹാരം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് ആഹാരം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ. ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം വഇദാ റഔ തിജാറത്തൻ ഔ ലഹ്വനിൻ ഫദ്ദു ഇലൈഹ വതറകൂക ഖായിമ. അവർ വല്ല കച്ചവടമോ വിനോദമോ അവർ കാണുകയാണെങ്കിൽ നീ നിൽക്കുന്ന അവസ്ഥയിൽ അവർ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോയി. ഖുൽമാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിന തിജാറ, താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക കച്ചവടത്തേക്കാളും വിനോദത്തേക്കാളുമൊക്കെ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹു അന്നദാതാക്കളിൽ ഭക്ഷണം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം. ഇതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് രണ്ട് രൂപത്തിൽ പറയാം. വഇദാ റഔ തിജാറത്തൻ ഔ ലഹ്വൻ, ഒരു കച്ചവടമോ അല്ലെങ്കിൽ ഒരു വിനോദമോ അവർ കണ്ടപ്പോൾ ഇൻഫദ്ദു അവർ പിരിഞ്ഞുപോയി എന്ന രൂപത്തിൽ അങ്ങനെ പറയാം മാദിയായിട്ട്. അല്ലെങ്കിൽ ഒരു കച്ചവടമോ അല്ലെങ്കിൽ വിനോദമോ അവർ കണ്ടാൽ അവർ പിരിഞ്ഞു പോകും. പൊതുവായിട്ട് ആ തരത്തിൽ അവരുടെ സ്വഭാവം വെച്ച് അങ്ങനെയും പറയാം. നമുക്കിനി വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജുമുഅ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു ആരവം കേൾക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇടയ്ക്കൊക്കെ കച്ചവട സംഘങ്ങൾ വരും. ഈ കച്ചവട സംഘങ്ങൾ ഒരു നാട്ടിൽ ആ നാട്ടിലേക്ക് എത്തി എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരുപാട് ശബ്ദ കോലാഹലങ്ങളോടുകൂടി, അതായത് പെരുമ്പറ അടിച്ചിട്ടും ചെണ്ട കൊട്ടിയിട്ടും ഒക്കെയാണ് അവർ വരിക. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വിനോദങ്ങളും കളികളും ഒക്കെ ഉണ്ടാവും, സർക്കസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ വരിക. അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ വരുള്ളൂ. ആ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ആഭരണങ്ങളും അതുപോലെ വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല ഷോപ്പിംഗ് നടക്കും, നല്ലൊരു കച്ചവടം അവിടെ വെച്ചിട്ട് നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കച്ചവട സംഘം ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ അത് ആ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പെരുമ്പറ കൊട്ടിയിട്ട് ചെണ്ട കൊട്ടിയിട്ടൊക്കെ വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജുമുഅ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിൽക്കെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ, കച്ചവട സംഘം പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ടോടി, കച്ചവട സംഘം എത്തിയ സ്ഥലത്തേക്ക് ഓടി. അപ്പോൾ അവിടെ സ്വഹാബിമാർ അത്രയും മോശക്കാരാണെന്നുള്ള രൂപത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഇത് ആദ്യ കാലഘട്ടത്തിൽ നടന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവം അവർക്കറിയില്ല. ഈ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അങ്ങനെ പോകാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അതൊരു അനാദരവാണ് എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഗൗരവമായി അവർ ചിന്തിക്കാത്ത, അത്രയധികം ഇസ്ലാമിക പാഠങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. മാത്രമല്ല അന്നത്തെ കാലത്ത് ഭക്ഷണത്തിന് വളരെയധികം ക്ഷാമമുള്ളൊരു കാലമാണ്. ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമാണ്, പട്ടിണിക്കാലാണ്. പ്രത്യേകിച്ച് മദീനയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ള ആളുകൾ കാര്യമായ സഹായങ്ങൾ ചെയ്യാത്ത, അതായത് അമുസ്ലിങ്ങളായ ആളുകൾ കാര്യമായ സഹായം ചെയ്യാതെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം. ആ ഒരു സമയത്ത് ഇവർക്ക് ഭക്ഷണമൊക്കെ ഒരു കച്ചവട സംഘം വരിക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് എണീറ്റ് ഓടിപ്പോവും. ആ ഒരു സമയത്താണിത് സംഭവിക്കുന്നത് എന്നർത്ഥം.
അങ്ങനെ ഓടിപ്പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുതുബ പറയാൻ വേണ്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. 12 പേരോ മറ്റോ ആണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പോയി എന്നാണ് ചില റിപ്പോർട്ടുകളുള്ളത്. ഭൂരിപക്ഷം ആ റിപ്പോർട്ടാണുള്ളത്. എന്നാൽ അതല്ലാത്ത എണ്ണങ്ങളുമൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഏതായാലും 12 പേരൊഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ കൂടിയ എല്ലാവരും പോയിരുന്നെങ്കിൽ അവർ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലത്തെ മൊത്തം അഗ്നി കൊണ്ട് തുടച്ചു നീക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നുള്ള രൂപത്തിലൊക്കെ പിന്നീടുള്ള നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഏതായാലും അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പോയ സമയത്ത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആയത്ത് ഇറങ്ങുന്നത് എന്നാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം. ഇനി ഇങ്ങനെയുള്ളൊരു പോക്കിനെ കുറിച്ച് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് ഇത് 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമല്ല, ഒന്നിലധികം പ്രാവശ്യം, 3 പ്രാവശ്യമൊക്കെ ഇതേ രൂപത്തിൽ ഖുതുബ നിർവഹിക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യകാലത്ത് ജുമുഅയിൽ ആദ്യം നിസ്കാരവും പിന്നെ ഖുതുബയുമായിരുന്നു എഴുതുപോലെ, പെരുന്നാൾ പോലെ. പിന്നീടാണത് മാറ്റം വരുത്തിയത് എന്നുമൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഏറ്റവും പ്രബലമായ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒറ്റ പ്രാവശ്യം സംഭവിച്ചു എന്നുള്ള രൂപത്തിലാണ്. ശരി, ഇവിടെ ചില പദങ്ങളൊന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. വ തറക്കൂക ഖായിമ, നീ നിൽക്കുന്നവനായിക്കൊണ്ട് അവർ നിന്നെ ഉപേക്ഷിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ തറക്ക എന്നുള്ള പദമാണ് ഉപേക്ഷിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചത്. അതേസമയം നമ്മൾ പഠിച്ചു പോയൊരു ആയത്തിൽ, തൊട്ട് മുമ്പ് പഠിച്ചു പോയ ആയത്തിൽ വസറുൽ ബൈഅ, അവിടെ കച്ചവടം ഉപേക്ഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവിടെ വസറ, അതിൻ്റെ അമ്ര കൽപ്പനക്രിയായിട്ടുള്ള സർ, പിന്നെ സറൂ നിങ്ങൾ ഉപേക്ഷിക്കുവീൻ. അവിടെ വസറ എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് സർ അതേപോലെ സറൂ എന്നുണ്ടായത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തറക്കാന്നാണ് ഉപയോഗിച്ചത്. എന്താണ് ഈ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? ഈ വസറ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഒരു വിലയില്ലാത്ത, മൂല്യമില്ലാത്ത, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വസറ അല്ലെങ്കിൽ സർ എന്നുള്ള രൂപത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുക. അതേസമയം തറക്ക അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതിന് തറക്ക പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു സൂറത്തിൽ തന്നെ വസറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയായിട്ടുള്ള സർ, സറു എന്നുള്ള രൂപം വന്നു, ഇവിടെ തറക്കു എന്നും വന്നു. 2 സ്ഥലത്തും ഒരേ പദമല്ല പടച്ച തമ്പുരാൻ ഉപയോഗിച്ചത്. കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ചത് വസറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ്. കാരണം അതൊരു വിലയില്ലാത്ത കാര്യമാണ്, പ്രാധാന്യം കൊടുക്കേണ്ടാത്ത കാര്യമാണ്. അവിടെ കച്ചവടം ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ നഷ്ടമൊന്നും വരില്ല, അവർക്ക് അത് ലാഭകരമാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വസറ എന്നുള്ള പദത്തിൻ്റെ രൂപമാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തറക്ക എന്നുള്ള പദം, വിലയുള്ള ഒരു കാര്യത്തെ ഉപേക്ഷിച്ച് പോകുന്നതിന് തറക്ക. അപ്പോൾ ആ പദപ്രയോഗം പോലും അത്ഭുതമാണ്. ഒരേ രൂപത്തിലുള്ള പദപ്രയോഗമല്ല പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്, ഈ അറബി ഭാഷയിലൂടെ തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ തഫ്സീറിൽ നോക്കിക്കഴിഞ്ഞാൽ 2ലും ഉപേക്ഷിക്കുക എന്നുള്ള രൂപത്തിലാണ് അർത്ഥം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. അള്ളാഹു ഉപയോഗിച്ചത് 2 പദങ്ങളാണ്. കാരണം 2 പദത്തിൻ്റെയും ആന്തരിക അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് വിലയുള്ളതിനെ ഉപേക്ഷിക്കലാണ് തറക്ക, മറ്റൊന്ന് വിലയില്ലാത്തതിനെ, അത്രയധികം പ്രാധാന്യം ഇല്ലാത്തൊരു കാര്യം ഉപേക്ഷിക്കലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഇനി ഇവിടെ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, തറക്കുൽ ഖുതുബ എന്നല്ലല്ലോ പറഞ്ഞത്, തറക്കൂക്ക എന്നാണ് പറഞ്ഞത്. നിന്നെ അവർ ഉപേക്ഷിക്കും. ശരിക്ക് ആ ഖുതുബ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ആ ഖുതുബ ഒഴിവാക്കിയിട്ട് അവരെല്ലാവരും പുറത്തേക്ക് ഓടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം നിന്നെ അവർ ഉപേക്ഷിക്കുന്ന പറഞ്ഞു. ശരിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. ആ കാര്യം അല്ല നമ്മൾ ഒഴിവാക്കുന്നത്, ആ ഖുതുബയല്ല ഒഴിവാക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കുന്നതിന് തുല്യമാണ് എന്നർത്ഥം. അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ആ ആശയങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം, ഇതുവരെയുള്ള ആയത്തുകൾ നമ്മൾ ഈ അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അള്ളാഹു.
എന്നാൽ ഈ ആയത്തിലോ, ഈ അവസാനത്തെ ആയത്തിൽ വഇദാ റഔ, അവർ കണ്ടാൽ, ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ കണ്ടാൽ എന്നല്ല, അവർ കണ്ടാൽ, അവർ എന്നാക്കി. എന്ത് ഇത്രയും സമയം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആയത്തിൽ അവർ എന്ന് പറഞ്ഞത്? അവിടെയും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചേർന്ന് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വലിയ സ്നേഹം കൊടുക്കുകയാണ്. അതായത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് പറയുന്ന രൂപത്തിലാണത്. താങ്കൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ അവർ അങ്ങ് പോവുകയാണെങ്കിൽ എന്ന രൂപത്തിൽ. മറ്റൊരു രൂപം, ഇത് സത്യവിശ്വാസികൾക്ക് അധികം വേദനയുണ്ടാക്കാതെ അവർക്ക് പാഠം പഠിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പോൾ അവരെ തന്നെ ചൂണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്നുള്ള ആ ഒരു ചൂണ്ടൽ അതൊരു പ്രയാസം ഉണ്ടാക്കും. ഓ, നമ്മൾ അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തല്ലോ. അതേസമയത്ത് സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു തെറ്റുകൾ വന്നപ്പോൾ അവർ അങ്ങനെ പോയാൽ എന്ന് പറയുമ്പോൾ അത് നേരിട്ട് ചൂണ്ടി നിങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അത്ര പ്രയാസം ഉണ്ടാക്കൂല. അപ്പോൾ പ്രയാസമില്ലാത്ത രൂപത്തിൽ സത്യവിശ്വാസികളെ തിരുത്തലും കൂടിയാണ് ഈ ഒരു അവർ എന്നുള്ള പദപ്രയോഗത്തിലൂടെ സാധ്യമാകുന്നത്. ഇനി യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ഇതിൻ്റെ ആ ഒരു തുടക്ക സന്ദർഭം ഉണ്ടല്ലോ, സത്യവിശ്വാസികൾ വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഇദാ നൂദിയ ലിസ്വലാത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടമൊക്കെ ഉപേക്ഷിച്ച് ആ നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് വരുവീന്ന് പറഞ്ഞല്ലോ. ആ ഒരു സമയത്ത് നോക്കൂ നിങ്ങൾ, ശരിക്കും അവിടെ സത്യവിശ്വാസികളെ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യവിശ്വാസികൾ എന്തായാലും ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് അവിടെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത്? അങ്ങനെ നിസ്കാരത്തിലേക്ക് വരാത്ത ആളുകളോട് സംസാരിച്ചാൽ പോരെ? പക്ഷേ അള്ളാഹുവിൻ്റെ ആ ഒരു ശൈലിയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകൾക്കും അത്തരം തെറ്റുകൾ സംഭവിക്കാം, ഒന്ന്. രണ്ടാമത്തേത്, ഒരു പൊതുവായിട്ട് പറയുമ്പോൾ, ജനറലായിട്ട് പറയുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് തിരുത്താനുള്ള നല്ലൊരു മനസ്സുണ്ടാകും. നേരിട്ട് അവരെ മാത്രം വിളിച്ച് പറയുമ്പോൾ ഉള്ളൊരു വിഷമം, ആ ഒരു വേദന ഒഴിവാക്കാനും പറ്റും. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളിൽ ചില കുട്ടികൾ പറഞ്ഞതനുസരിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ക്ലാസ്സിലുള്ള കുട്ടികളോട് അധ്യാപകൻ മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ തെറ്റ് ചെയ്ത കുട്ടികൾക്ക് മനസ്സിലാവും, ഓ നമ്മളാണ് ആ തെറ്റ് ചെയ്തത്, ഇനി അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അവരെ മാത്രം ചൂണ്ടി നിങ്ങളത് ചെയ്തു എന്നുള്ള രൂപത്തിൽ കുറ്റപ്പെടുത്തി പറയാതെ ഇരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അവർക്ക് പിന്നെ അത് ആ തെറ്റ് തിരുത്താൻ കൂടുതൽ ഒരു ആശ്വാസവും സമാധാനവും കിട്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ശൈലി വളരെ അത്ഭുതകരമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ സൂറത്തിൽ രണ്ട് സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നത്. അതായത് 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു. ഈ അവസാനത്തെ ആയത്തിലും ഖുൽ, നബിയെ താങ്കൾ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഖുൽ മാ ഇൻദല്ലാഹി ഖൈറു മിനൽ ലഹ്വി വ മിനത് തിജാറ. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നു. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അഭിസംബോധന ചെയ്തിട്ടല്ല സംസാരം. ഇവിടെ ഈ ഒരു 6 മുതൽ 8 വരെയുള്ള ആയത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ജൂതന്മാരോടാണ് അവിടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയുന്നത്. അവർക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട്, അവർ നന്നാവാൻ വേണ്ടിയിട്ട്, അവർക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സംസാരം. ഈ അവസാന ആയത്തിൽ സത്യവിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് സംസാരം. അപ്പോൾ ഇത് 2 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ആളുകൾ അവിടെ ഖുതുബ നടക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നുണ്ട്. ആ വിഷമം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ എന്നെ അവഗണിച്ചുകൊണ്ട് ഇവരെല്ലാവരും പോയല്ലോ എന്നുള്ള വിഷമമല്ല, അങ്ങനെയുള്ളൊരു ഈഗോ അല്ല. മറിച്ച് ഈ പോയ ആളുകൾക്ക് അതൊരു തെറ്റാണല്ലോ. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് അവർ അതിന് വില കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുമ്പോൾ അതൊരു തെറ്റിലേക്കാണല്ലോ നീങ്ങുന്നത് എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് പരലോക വിജയത്തിന് അത് ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ പരലോക വിജയത്തെ അത് നല്ലതല്ലാത്ത രൂപത്തിൽ ബാധിക്കുമല്ലോ എന്നാലോചിച്ചിട്ടുള്ള സങ്കടമാണ്. അവിടെയാണ് അള്ളാഹു ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, റസൂലേ താങ്കൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അവർക്ക് ഈ തരത്തിൽ അവർ ചെയ്യുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും, ഈ നേരിട്ട് കാണുന്ന കാര്യങ്ങളിലേക്കാണ് ജനങ്ങൾ ഓടിപ്പോയത് അല്ലേ? അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർ കാതിലൂടെ കേൾക്കുന്നുണ്ട്, അതേസമയം നേരിട്ട് കാണുന്ന സംഗതികൾ പുറത്ത് വന്നിട്ടുണ്ട്. ഏതിലേക്കാണ് അവർ കൂടുതൽ ഉത്സാഹത്തോടു കൂടി പോയത്? നേരിട്ട് കാണുന്ന ആ ഒരു കച്ചവടത്തിലേക്കാണ് ഉത്സാഹത്തോടു കൂടി പോയത്, അല്ലെങ്കിൽ ഐഹിക വിഭവങ്ങളിലേക്കാണ് അവർ കൂടുതൽ ഉത്സാഹത്തോടു കൂടി പോയത്. നമുക്ക് ഇന്നത്തെ കാലത്തൊന്ന് എടുത്തു നോക്കാം. ഇന്നത്തെ കാലത്തും അത് തന്നെയല്ലേ അവസ്ഥ? ആളുകൾ പലതും ചെയ്യുന്നുണ്ട്,
ആ ചെയ്യുന്നതിലേക്കാണ് മറ്റുള്ള ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അതേപോലെ ഐഹിക ജീവിതത്തിലേക്കാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ അള്ളാഹു ഇവിടെ റഔ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. റഔ തിജാറത്തൻ, നിങ്ങൾ കച്ചവടം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെന്നല്ല അവർ കച്ചവടം കണ്ടാൽ. എന്നാൽ അങ്ങനെയുള്ള ഒരു സംഗതി, ആ കച്ചവടം കാണുക എന്നുള്ള സംഗതി സത്യത്തിൽ അവരവിടെ ചെന്നതിന് ശേഷമാണ് കാണുന്നത്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുക അത് കണ്ടിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അത് കണ്ടത്. അപ്പോൾ ആ തരത്തിലായിട്ട് പോലും അള്ളാഹു നിങ്ങൾ കാണുന്നതിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ആ കേൾക്കുന്നതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്കും ചിന്തിക്കാൻ പറ്റുന്ന വിഷയമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്, ആ കേൾക്കുന്ന സംഗതിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആളുകൾ പലതും ചെയ്യുന്നുണ്ടാകും, ആ ചെയ്യുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന ആ ഒരു അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, മറ്റൊരു ആയത്തിലുള്ള ഒരു അത്ഭുതം. ശരിക്കും വഇദാർ ഔ തിജാറത്തൻ, അവർ ഒരു കച്ചവട സംഘത്തെ കണ്ടാൽ, അല്ലെങ്കിൽ കച്ചവടം അവർ കണ്ടാൽ, ഔ ലഹ്വൻ അല്ലെങ്കിൽ വിനോദം കണ്ടാൽ. അങ്ങനെ കണ്ടാൽ എന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു നിബന്ധനയുടെ ഭാഗമാണ്, അല്ലേ, ഷർത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ശരിക്കൊരു ഫാ ഉൽ വാഖിയ, ഒരു അതിൻ്റെ ജവാബായിക്കൊണ്ടൊരു ഫാ വരണം. ഫൻ ഫൽദൂന്നോ മറ്റോ ഒക്കെ വരണം. അപ്പോൾ അവർ അങ്ങനെ പിരിഞ്ഞു പോകും എന്നുള്ള രൂപത്തിൽ അപ്പോൾ എന്നുള്ളതിന് ഒരു ഫാ വരണം. പക്ഷെ അതുപോലും ഇല്ലാതെ നേരിട്ടങ്ങ് പറയുക ചെയ്തത്. ഒരു കച്ചവട സംഘത്തെയോ വിനോദത്തെയോ അവർ കണ്ടാൽ ഇൻ ഫൽദൂ, അവരങ്ങ് പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാ പോലും ഉപയോഗിക്കാതെ, ഒരു വാക്യക്കുള്ള ജവാബിനുള്ള ഫാ പോലും ഉപയോഗിക്കാതെ നേരിട്ടങ്ങ് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ നേരിട്ട് അവരൊറ്റ പോക്കങ്ങ് പോവും. ആ ഒരു പരിസരബോധം മറന്ന് അവിടെ ഖുതുബ നിർവഹിക്കുകയാണ് എന്നുള്ള ആ ഒരു സംഗതിക്ക് പോലും പെട്ടെന്ന് ചിന്തിക്കാതെ ഒരൊറ്റ പോക്കങ്ങ് പോവും എന്ന രൂപത്തിൽ അതിൻ്റെ ഇടയ്ക്കൊരു ജവാബിൻ്റെ ഫാ പോലും ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഇൻഫൽദൂ എന്നങ്ങ് പറഞ്ഞു. അവിടെയൊക്കെ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹു ഉപയോഗിക്കുന്ന ആ ഒരു പദപ്രയോഗത്തിൻ്റെ അത്ഭുതം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പുറത്ത് കച്ചവട സംഘം എത്തിയപ്പോൾ അവർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാതെ നേരെ ആ കച്ചവടത്തിലേക്ക് അങ്ങ് ഓടിപ്പോയി, ആ സംഘത്തിലേക്ക് ഓടിപ്പോയി, അല്ലെങ്കിൽ കച്ചവടം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ ഓടിപ്പോയി. എന്നിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്, മാ ഇൻദല്ലാഹി ഖൈറു മിനൽ ലഹ്വി വ മിനത് തിജാറ, കച്ചവടത്തെക്കാളും വിനോദത്തെക്കാളുമൊക്കെ ഏറ്റവും ഉത്തമം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. അള്ളാഹുവിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത്തരം കച്ചവട സംഘങ്ങൾക്കോ ഭൗതികമായ കാര്യങ്ങൾക്കോ അല്ല, ഇഹലോകത്തുള്ള കാര്യങ്ങൾക്കല്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അന്നദാതാക്കളിൽ ഭക്ഷണം നൽകുന്നവരിൽ വെച്ച് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. നിങ്ങൾ ഓടിപ്പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് റിസ്ക് കിട്ടണമെന്നില്ല. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാലേ അത് കിട്ടുള്ളൂ. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചത് തടയാനും ആർക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ആ റിസ്ക് തേടണം, അന്വേഷിക്കണം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ആ തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പലപ്പോഴും ഖുർആൻ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പഠിക്കാൻ സമയമില്ല എന്ന് കണ്ടെത്താനുള്ള കാരണം ഈ ഒരു ഓടിപ്പോക്കല്ലേ? അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്ന സദസ്സിലേക്ക് എനിക്ക് പോകാൻ സമയമില്ല, ഖുർആൻ പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആളുകളിൽ നല്ലൊരു വിഭാഗവും ഈ ഒരു അന്നം തേടിയുള്ള ഓട്ടമല്ലേ ഓടുന്നത്? എനിക്കെൻ്റെ അവിടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ എനിക്ക് അവിടെ കച്ചവടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു കുടുംബത്തിന് ഭക്ഷണം തേടാനുള്ള ആ തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നം തേടിയുള്ള ആ ഒരു യാത്രയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഖുർആൻ പഠനത്തിന് പ്രാധാന്യം കുറക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ആയത്ത് ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വ മിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. നിങ്ങൾ കച്ചവടത്തെക്കാളും മറ്റുള്ള വിനോദത്തെക്കാളുമൊക്കെ ഏറ്റവും ഉത്തമം അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലത്. അന്നദാതാക്കളിൽ വെച്ച്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവരിൽ വെച്ച് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. അള്ളാഹു വിചാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ മറ്റെല്ലാ ജോലി തിരക്കുകൾ വരുന്ന സമയത്തും നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കാനും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാനും അതിന് നമുക്ക് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കേൾക്കുന്ന സമയത്ത് അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഐഹിക ജീവിതത്തിലേക്ക് ഓടിപ്പോയ, കച്ചവട സംഘത്തിലേക്ക് ഓടിപ്പോയ ആളുകളെ പോലെ ആയിരിക്കും നമ്മൾ ആ രൂപത്തിലാവരുത് എന്നാണ് ഈ ഒരു സൂറത്ത് കൊണ്ട്, ഈ ഒരു ആയത്ത് കൊണ്ട് നമ്മൾ ജീവിതത്തിലെടുക്കേണ്ട പാഠം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വഇദാ റഔ തിജാറത്തൻ, അവസാനം തൻവീനുണ്ട്, അതിൻ്റെ ശേഷം വരുന്നത് ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ ഇദ്ഹാറാണ് നിയമം. അവിടെ എൻ എന്നുള്ള ആ ഒരു ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ തിജാറത്തൻ, തൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻവീൻ എഴുതുമ്പോൾ ആ 2 വരയും കൃത്യം ഒന്നൊന്നിൻ്റെ താഴെ ആയിരിക്കും. അല്ലാത്ത സന്ദർഭങ്ങളിൽ കുറച്ച് തെറ്റിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ തൻവീന് നോക്കുകയാണെങ്കിൽ ആ 2 വരയും, തൻവീനിൻ്റെ 2 വരയും ഒന്നൊന്നിൻ്റെ താഴെയായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇദ്ഹാറാണ് നിയമം. ഔ ലഹ്വനിൻ ഫദ്ദു, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും വരാത്ത, ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു നിയമമാണത്. ലഹ്വൻ എന്ന് കഴിഞ്ഞിട്ട്, ലഹ്വൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, അതിനുശേഷം ഒരു ഹംസത്ത് വസിൽ, ഇൻഫദ്ദു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിലാണ്. തൻവീനിന് ശേഷം ഹംസത്ത് വസിൽ വരികയാണെങ്കിൽ ആ തൻവീനിൻ്റെയും ആ ഹംസത്ത് വസിലിൻ്റെയും ഇടയിൽ പോയിട്ട് ഒരു കെസറുള്ള നൂന് കൊടുക്കുക. അതിനെ നൂൻ ഹുത്നി എന്നാണ് പറയുക. ഈ നൂൻ ഹുത്നി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാരായണം ചെയ്യുമ്പോൾ ലഹ്വൻ എന്നല്ല ലഹ്വ എന്ന് പറഞ്ഞിട്ട് വേണം പാരായണം ചെയ്യാൻ. ലഹ്വനിൻ ഫദ്ദു, ലഹ്വനിൻ ഫദ്ദു. അപ്പോൾ ലഹ്വ എന്ന് കഴിഞ്ഞിട്ട് നീ ഒരു കെസറുള്ള നൂന് നമ്മളായിട്ട് ചേർക്കുക. ചില മുസ്ഹഫുകളിലൊക്കെ അങ്ങനെ ഒരു കെസറുള്ള നൂന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അവിടെ കെസറുള്ള നൂന് നമ്മളായിട്ട് അവിടെ കൊണ്ടുവരണം. എന്നിട്ട് പാരായണത്തിൽ ലഹ്വനി ഫദ്ദു, ലഹ്വനി ഫദ്ദു. ഇനി ഇൻഫദ്ദു എന്നുള്ളിടത്ത് ഫാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഫദ്ദു, ഫദ്ദു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദുണ്ട്, നീട്ടാനുണ്ട്. അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് മദ് വന്നാൽ അത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വരിക, വ്യത്യസ്ത പദങ്ങളിലാവുക. അങ്ങനെയാണെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. ഇലൈഹ വതറകൂക ഖായിമ, അവിടെ നോക്കൂ, മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. ഖാ എന്നുള്ളത് മദ്ദാണ്, ഇ എന്നുള്ളത് ഹംസയാണ്, അടുത്തടുത്ത് വന്നു. പക്ഷേ ഒരേ പദത്തിലാണ്. ഒരേ പദത്തിലാകുമ്പോൾ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അപ്പോൾ ഖായിമ, ഖായിമൻ എന്നാണ് അവിടെ എഴുത്ത്. അവിടെ ഒരു ജീമുണ്ട്. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെയാണ് ഓതുന്നതെങ്കിൽ ഖായിമൻ എന്ന് പറയുമ്പോൾ ആ തൻവീന് ശേഷം വരുന്ന അടുത്ത അക്ഷരം നോക്കണം. ഖുൽ എന്നുള്ളതിലെ ഖാഫാണ്. അപ്പോൾ ഖാഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ. അങ്ങനെ വേണം. ആ ഇഖ്ഫാൻ്റെ നിയമം അനുസരിച്ച് മറച്ചു വെച്ചുകൊണ്ട് വേണം അവിടെ പാരായണം ചെയ്യാൻ. അപ്പോൾ ഖായിമൻ ഖുൽ, ഖായിമൻ ഖുൽ. ഇനി അവിടെ നിർത്തുകയാണെങ്കിലോ ഖായിമ, അപ്പോൾ മദ് എഴുപതാവും. കാരണം ഫതഹ് തൻവീനിലുള്ള ഒരു അക്ഷരത്തിൽ കൊണ്ടുപോയി നമ്മൾ പാരായണം നിർത്തുമ്പോൾ അത് ഫതഹാക്കിയിട്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. അപ്പോൾ ഖായിമ, ഖായിമൻ എന്ന് പറഞ്ഞ് നിർത്തൂല, ഖായിമ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഖുൽ മാ ഇൻദ, ഇൻദ എന്നുള്ളിടത്ത് ദാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഇൻദ വെളിവാക്കാൻ പാടില്ല നൂനെ. ഇൻദല്ലാഹി ഖൈറും മിന, ഖൈറുൻ തൻവീന് അവസാനത്തിൽ, ശേഷം വരുന്ന അക്ഷരം മിന എന്നുള്ളതിൽ മീം. അപ്പോൾ മീമിൻ്റെ മുമ്പ് തൻവീന്, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഖൈറും മിന, ആ ഖൈറുൻ എന്നുള്ളതിന് പകരം ഖൈറു എന്നാണ് വിചാരിക്കുക. പിന്നെ മീമിന് ഷദ്ദ് കൊടുക്കുക. അപ്പോൾ ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, വമിനത് തിജാറ എന്നുള്ളിടത്തൊരു ജീമ് കാണാം. ആ അവിടെയും പാരായണം നിർത്താതെയും ഓതാൻ, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വമിനത് തിജാറത്തി വല്ലാഹു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓതിപ്പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. നിർത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, വമിനത് തിജാറത്ത് എന്നല്ല പറയേണ്ടത്. ആ താഇനെ, വമിനത് തിജാറത്തി എന്നുള്ളതിലെ അവസാനത്തെ താഇനെ സുക്കൂനുള്ള ഹാ ആക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ തിജാറ, തിജാറ, തിജാറത്ത് എന്നല്ല. അവിടെ പലപ്പോഴും തെറ്റിയിട്ട് നിർത്തുമ്പോൾ വമിനത് തിജാറത്ത് എന്ന് പറയും, കാരണം അവിടെ താ ആണ് അവസാനത്തിൽ. പക്ഷേ പാരായണം നിർത്തുമ്പോൾ അവിടെ സുക്കൂനുള്ള ഹാ ആണെന്ന് വിചാരിച്ച് തിജാറ, ഹ് എന്നുള്ള ഉച്ചാരണമാണ് അവിടെ അവസാനം കൊടുക്കേണ്ടത് നിർത്തുകയാണെങ്കിൽ. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവസാനത്തെ നൂന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പത്തെ ഖീ എന്നുള്ള നീട്ടിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആര്യതായിട്ട് വരും. നമുക്ക് ഈ ഒരു ആയത്ത് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വഇദാ റഔ,
ഇതാ എന്നുള്ളത് ലർഫ് സമാനാണ്, ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന ലർഫാണ്. റഔ എന്നുള്ളത് മാളിയായ പദം ബഹുവചന രൂപത്തിലുള്ളതാണ്. തിജാറത്തൻ എന്നുള്ളത് അതിൻ്റെ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്. റഔ അവർ കണ്ടു, എന്തിനെ കണ്ടു? തിജാറത്തൻ, കച്ചവടം. അപ്പോൾ ആ തിജാറത്തൻ എന്നുള്ളത് ശരിക്ക് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് തിജാറത്തൻ ഫതഹ് തൻവീൻ ഇട്ട് എഴുതിയത്. ഔ ലഹ്വൻ, അതും മഫ്ഊലും ബിഹിയാണ്. പക്ഷേ രണ്ട് മഫ്ഊലും ബിഹികൾ ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ആദ്യത്തേതിനെ നമ്മൾ മഫ്ഊലും ബിഹി എന്ന് പറയും, രണ്ടാമത്തേതിനെ ആദ്യത്തെ മഫ്ഊലും ബിഹിയിലേക്ക് ചേർക്കപ്പെട്ട മഫ്ഊലും ബിഹി എന്നുള്ള അർത്ഥത്തിൽ മഅ്തൂഫ് എന്ന് പറയും. അപ്പോൾ ഈ ലഹ്വൻ എന്നുള്ളതും മഫ്ഊലും ബിഹി തന്നെയാണ്, അതിനും ഇറാബ് നെസ്ബ് തന്നെയാണ്. അതുകൊണ്ടാണ് ലഹ്വൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനെ നമ്മൾ ആ തിജാറത്തൻ എന്നുള്ളതിലേക്ക് മഅ്തൂഫ് അല്ലെങ്കിൽ ചേർക്കപ്പെട്ടത് എന്നുള്ള രൂപത്തിലാണ് പറയാം. ഇൻഫദ്ദൂ എന്നുള്ളത് മാളിയായ പദമാണ്, ബഹുവചന രൂപത്തിൽ എഴുതി. അവർ ആ രൂപത്തിൽ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ പിരിഞ്ഞു പോയി. ഇലൈഹ, അതിലേക്ക്. ഇവിടെ ഇലൈഹ എന്ന് പറയുമ്പോൾ ശരിക്ക് തിജാറത്തും പറഞ്ഞു ലഹുവനും പറഞ്ഞു, എന്നിട്ട് രണ്ടും കൂടെ പറഞ്ഞ ശേഷം ഇലൈഹിമ, അതിൽ രണ്ടിലേക്കും എന്ന് പറയണ്ടേന്ന് സംശയം തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം, തിജാറത്തിനെയും ലഹുവിനെയും ഒരൊറ്റ ഗണമായിട്ട് കൂട്ടിയിട്ട് ഇലൈഹ എന്ന് അതിലേക്ക് പറയാം, എന്നുള്ള രൂപത്തിൽ ഇലൈഹ പറയാം. അല്ലെങ്കിൽ തിജാറത്തൻ ഔ ലഹുവൻ, തിജാറത്തോ അല്ലെങ്കിൽ ഇതോ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എന്നുള്ള രൂപത്തിൽ വെച്ചിട്ടും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടാൽ പോലും അവർ അതിലേക്ക് പോകും എന്ന രൂപത്തിലേക്ക് അങ്ങനെയും അർത്ഥം കൊടുക്കാം. വത്തറക്കൂക ഖായിമൻ, ഖായിമൻ എന്നുള്ളത് ഈ തറക്കൂ എന്നുള്ളതിൻ്റെ ഹാലിൻ്റെ പദമാണ്. അതായത് അവർ നിന്നെ ഉപേക്ഷിക്കും എങ്ങനെ? ഖായിമൻ, നീ നിൽക്കുന്നവനായിക്കൊണ്ട്, നിൽക്കുന്നതായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്, ഹാലാണ്. അതുകൊണ്ടാണ് അതിന് ഖായിമൻ നെസ്ബ് കിട്ടിയത്. ഫതഹ് തൻവീൻ ഇട്ടത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഖുൽ, അത് അമ്രാണ്, കൽപ്പനക്രിയയാണ്. ഖാല എന്നുള്ളതിൻ്റെ അമ്രാണ് ഖുൽ എന്നുള്ളത്. മാ ഇൻദല്ലാഹി, മാ എന്നുള്ളത് മൗസൂലയ്ക്ക് വേണ്ടിയുള്ള മാ ആണ്. ഇൻദല്ലാഹി, ഇൻദ എന്നുള്ളത് ലർഫ് മെക്കാനാണ്, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം. ഇൻദല്ലാഹി എന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ ഈ മുലാഫിനിലേഹി പറയില്ലേ, അതേപോലെ തന്നെ ലർഫ് മുലാഫിനിലേഹി എന്നാണ് അവിടെ പറയാം. ഇൻദ എന്നുള്ളത് ലർഫ്, ആ ഇൻദയെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിനിലേഹിയാണ്, അതിന് ജറാണ് കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹി എന്ന് എഴുതിയത്. ഖൈറും മിനൽ ലഹ്വി, മിന എന്നുള്ളത്, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണഗതിയിൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ, അതുകൊണ്ടാണ് മിനൽ ലഹ്വി അവസാനത്തിൽ കസ്ർ ഇട്ടത്. വാവ് അത്തഫിൻ്റെ വാവ്, മിനത് തിജാറത്തി, അവിടെയും നമുക്ക് കാണാം മിൻ വന്നതുകൊണ്ട് തിജാറത്ത് എന്നുള്ളതിന് തിജാറത്തി എന്നായി. ഇനി ഇവിടെയൊക്കെ മിനൽ ലഹ്വി മിനത് തിജാറത്തി, അവിടെ രണ്ടിടത്തും മിൻ എന്നുള്ളതല്ല മിന എന്നാണ്. എന്താ അങ്ങനെ എഴുതാൻ കാരണം? മിൻ എന്നെഴുതാതെ മിൻ എന്നെഴുതിയാൽ മിൻ എന്നുള്ളതിൻ്റെ ആ നൂന് സുക്കൂന് അൽ ലഹ്വി എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഉച്ചരിക്കുന്ന അക്ഷരം, അലിഫും ലാമും ഉച്ചരിക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. ഉച്ചരിക്കുന്ന അക്ഷരം ലഹ്വി എന്നുള്ളിടത്ത് ലാമിന് ഷദ്, തിജാറത്തി എന്നുള്ളിടത്ത് താഇന് ഷദ്. അങ്ങനെ വരുമ്പോൾ അതിനെ പിരിച്ചെഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ലാമിൻ്റെ ആ ഷദ്ദുള്ള ലാമിനെ പിരിച്ചെഴുതിയാൽ ആദ്യത്തെ ലാമിന് സുക്കൂന്, രണ്ടാമത്തേന് ഫത്തഹ്. തിജാറത്തി എന്നുള്ളിടത്ത് ഷദ്ദുള്ള തായിനെ പിരിച്ചെഴുതിയാൽ ആദ്യത്തെ തായിന് സുക്കൂന്, രണ്ടാമത്തെ തായിന് കസ്ർ, അപ്പോഴാണ് തീ നാവ്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് കാണാൻ സാധിക്കും മിൻ എന്നുള്ള ആ നൂനിൻ്റെ സുക്കൂന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അക്ഷരവും സുക്കൂനുള്ളൊരു അക്ഷരമാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഇൽത്തിഖാ ഉസാക്കിനെ എന്ന് പറയും, അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുക. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ മിൻ എന്നുള്ളതിനെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റും. ഇവിടെ മിന ഫത്ത് കൊടുത്തിട്ട് അതിനെ മാറ്റി മിനൽ ലഹ്വി വ മിനത് തിജാറത്തി എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. ഇനി വല്ലാഹു ഖൈറുർ റാസിഖീൻ, ഖൈറുർ റാസിഖീൻ എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ഖൈർ എന്നുള്ളത് ആ ഒരു പദത്തെ റാസിഖൂൻ എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ റാസിഖൂൻ എന്നുള്ളത് മുലാഫിൻ ഇലേഹി ആയിട്ട് വരും. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറ് കിട്ടണം. റാസിഖൂൻ എന്ന് എഴുതുമ്പോൾ അത് റഫിൻ്റെ രൂപമാണ്, റാസിഖീൻ എന്നുള്ളതാണ് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപം. അപ്പോൾ ജറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റാസിഖൂൻ എന്നെഴുതാതെ റാസിഖീൻ എന്നെഴുതിയത്. മുലാഫിൻ ഇലേഹി ആയതുകൊണ്ടാണ് അതിന് ജറ് കിട്ടേണ്ടി വന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.